അപ്പോൾ നമുക്ക് ഫോണ്ടൻ ലയണിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പാർട്ട് 1 നിങ്ങൾ കാണാതെയാണ് 2 കാണുന്നതെങ്കിൽ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് ഹെഡിന് വേണ്ടിയിട്ട് ഉരുട്ടി വെച്ചിട്ടുള്ള ഫോണ്ടൻ്റ് എടുത്തിട്ട് വിരൽ കൊണ്ട് നടുവിലൂടെ ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം വൈറ്റ് ഫോണ്ടൻ്റ് ചെറിയ 3 ഉരുളകളാക്കിയിട്ട് ഇതുപോലെ മൂക്കും വായും ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ഞാനിവിടെ മേലെ മൂക്കിൻ്റെ ഭാഗം മാത്രം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെറിയ ചെറിയ കൊത്തുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ ചെറിയൊരു പീസ് ബ്ലാക്ക് ഫോണ്ടൻ്റ് എടുത്തിട്ട് മൂക്കിൻ്റെ അറ്റത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് റെഡ് കളർ ഫോണ്ടൻ്റ് എടുത്തിട്ട് വായുടെ അവിടെയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ കണ്ണ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഉരുണ്ടിട്ടുള്ള ആ ഒരു ടൂൾ എടുത്തിട്ട് 2 സൈഡിലും കറക്റ്റായിട്ട് അളവ് നോക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു കുഴി പോലെ ആക്കി കൊടുക്കണം. ഇതുപോലെയുള്ള ഫോണ്ടൻ്റ് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ നമ്മൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് നമ്മുടെ. അത് മാത്രമല്ല ഫോണ്ടൻറ്റിന് അത്യാവശ്യം റേറ്റും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഫോണ്ടൻ്റ് വർക്കുള്ള കേക്കിന് റേറ്റ് കൂടുതൽ വാങ്ങിക്കുന്നത്. മുന്നേ എൻ്റെ അടുത്ത് 1-2 ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കേക്കിൽ വെക്കുന്ന ഈ ആനിമൽസൊക്കെ ടോയ് വാങ്ങി വെക്കുന്നതാണോ എന്ന്. ഇതുപോലെ കേക്ക് മാത്രം കാണുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഇതൊക്കെ ടോയ് ആണെന്ന്. ഇതുപോലെ നമ്മൾ 1-2 മണിക്കൂറൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് വളരെ കുറച്ച് പേർക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. സിംഹത്തിൻ്റെ താടിയും വാലും ഒക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.